സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനത്തെ ചൊല്ലി ഗവർണറും സർക്കാരും വീണ്ടും കൊമ്പ് കോർക്കുന്നു. VC നിയമനങ്ങൾക്കായി സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച് ഗവർണർ വിജ്ഞാപനമിറക്കിയിരുന്നു. എന്നാൽ VC നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ തീരുമാനമായിട്ടില്ലെന്നും കേസ് നിലനിൽക്കുകയാണെന്നുമാണ് സർക്കാർ വാദം. സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചത് ഉത്തരവാദിത്വം നിറവേറ്റുന്നതിന്റെ ഭാഗമായാണെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. കേരളത്തിലെ 10ലധികം യൂണിവേഴ്സിറ്റികളിൽ VCമാരില്ല. അതിൽ ആരും വ്യാകുലപ്പെടുന്നില്ലെന്നും ഗവർണർ വിമർശിച്ചു. I have been trying to persuade them, sending them reminders again and again for last 1 year. In the case of Kerala University, 6 reminders have gone. And the last meeting which was convened for the purpose, the education minister reached there and she disturbed the meeting. So if they are doing it willfully, no, they were not. They have passed resolutions that the presence of the university nominee is not necessary under the UGC regulation. They have passed a resolution. VA ഗിരീഷ് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്തു നിന്ന്. ഗിരീഷ്, വീണ്ടും ഒരു ഏറ്റുമുട്ടലിന്റെ പാതയിലാണോ ചാൻസലറും സർക്കാരും? വിജയകുമാർ, സർവകലാശാല VC നിയമനത്തെ ചൊല്ലി വീണ്ടും സർക്കാരും ഗവർണറും ഏറ്റുമുട്ടുകയാണ്. 6 സർവകലാശാലകളിലേക്ക് ഗവർണർ സ്വന്തം നിലയിൽ VC നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചതാണ് പുതിയ പോരിന് ഇടയാക്കുന്നത്. എന്നാൽ ഇതിനെ ഗവർണർ ന്യായീകരിക്കുകയാണ്. അല്പസമയം മുമ്പ് ഗവർണർ പ്രതികരിച്ചത് തന്റെ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ നിന്ന് തന്നെ ആർക്കും പറയാനാകില്ല, സർക്കാർ അവരുടെ കടമ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല, സംസ്ഥാനത്തെ 10 സർവകലാശാലകളിൽ സ്ഥിരം VCമാരില്ല. ഇത് ആരെയും ആശങ്കപ്പെടുത്തുന്നില്ല എന്നും ഗവർണർ സർക്കാരിന് നേരെ പരോക്ഷ വിമർശനമായി ചൂണ്ടിക്കാട്ടുകയുണ്ടായി. എന്നാൽ സെർച്ച് കമ്മിറ്റി രൂപീകരണത്തിനെതിരെ കോടതിയെ സമീപിക്കാനാണ് സർക്കാർ ഇപ്പോൾ ഒരുങ്ങുന്നത്. നിയമസഭ പാസാക്കിയ ബില്ലുകളുണ്ട്, ഇതിൽ രാഷ്ട്രപതി ഒപ്പിട്ടിട്ടില്ല. ഇതേ തുടർന്ന് സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയത്തിൽ എങ്ങനെയാണ് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുക എന്നുള്ളതാണ് സർക്കാർ ചോദിക്കുന്നത്. നിയമോപദേശം ലഭിച്ച ശേഷം സർക്കാർ ഉടൻ തന്നെ ഹൈക്കോടതിയെ സമീപിക്കും. ഈ 6 സർവകലാശാലകളുടെ സിൻഡിക്കേറ്റോടും കോടതിയെ സമീപിക്കുന്നതിനായി ഒരു നിർദ്ദേശം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. വിജയകുമാർ, യെസ്, കേരളത്തിലെ 10ലധികം സർവകലാശാലകളിൽ VCമാരില്ല, അതിൽ ആർക്കും വ്യാകുലതയില്ല എന്നാണ് ഗവർണർ ഇന്ന് വിമർശിച്ചത്. വീണ്ടും സർക്കാരും ഗവർണറും ഏറ്റുമുട്ടലിന്റെ പാതയിലാണ്. VA ഗിരീഷാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.